100-ൽ പരം ചിക്കൻ വിഭവങ്ങളുടെ റെസിപ്പിയുമായി ഞാൻ ചെയ്ത രുചിലോകത്തെ രാജാവ് എന്ന വീഡിയോയുടെ സെക്കൻഡ് ആൻഡ് ഫൈനൽ പാർട്ടാണിത്. ആദ്യ പാർട്ടിൽ പ്രധാനമായും കേരള സ്റ്റൈൽ ചിക്കൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ വിഭവങ്ങൾ, ചൈനീസ് ഡിഷുകൾ, ഫ്രൈ ആയും സ്നാക്സായും ഉപയോഗിക്കുന്ന ചിക്കൻ വിഭവങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരുന്നത്. എന്നാൽ സെക്കൻഡ് പാർട്ടിൽ കേരള സ്റ്റൈൽ, ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ വിഭവങ്ങൾക്കൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വിദേശ ഡിഷുകളും അതോടൊപ്പം ചിക്കൻ്റെ പ്രധാനപ്പെട്ട സൂപ്പുകളുമാണ് ഞാൻ സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ചിക്കനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ, അതായത് നമ്മളധികം ശ്രദ്ധിക്കപ്പെടാത്ത മറ്റൊരു കാര്യം കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക, സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. നമസ്കാരം, ഞാൻ തോമസ് സാമുവൽ. കാരവാൻ ആൾ ഇൻ വൺ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ലോകത്ത് ഇത്രയധികം ഭക്ഷണത്തിലെ വൈവിധ്യങ്ങളും ഭക്ഷണ രീതികളും ഉള്ള രാജ്യം വേറെ അധികം കാണില്ല. നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണാറില്ലേ, വലിയൊരു തീന്മേശയിലേക്ക് ഭക്ഷണം ഒരുമിച്ച് കൊണ്ടുവച്ചതിന് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ആ ഒരു രീതി. ഇവിടെ ഭക്ഷണം എന്നത് കേവലം വിശപ്പടക്കുക മാത്രമല്ല, അവർ തമ്മിലുള്ള പരസ്പര സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഉത്തമമായ മാതൃക കൂടിയാണ്. അറബ് ഭക്ഷണങ്ങൾ നമ്മുടെ നാട്ടിൽ എന്നു മുതലാണ് പ്രചാരത്തിൽ വന്നതിനെ കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ ചെറിയ അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാടുമായി അറബ് രാജ്യങ്ങൾക്കുള്ള വ്യാപാര ബന്ധത്തിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാവാം അറബ് ഭക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നതെന്നാണ് ഒരു വിഭാഗം ചരിത്രകാരന്മാർ പറയുന്നത്. എന്തായാലും ചോറും ഇറച്ചിയും മസാലകളെല്ലാം കൂടി ചേർത്ത് വയ്ക്കുന്ന അറബ് ജനതയുടെ പ്രിയ ഭക്ഷണമായ ബിരിയാണിയും നമ്മുടെ ജനതയും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ഇയ്യോബിൻ്റെ പുസ്തകം എന്ന സിനിമയിൽ ഇതിനെക്കുറിച്ച് തന്നെ വളരെ രസകരമായ ഒരു സീനുണ്ട്. ആഹാ, മുട്ടയും ഉണ്ടോ? എന്നതാ പേര് പറഞ്ഞേ? ബിരിയാണി. എന്നാ ഒരു മുടിഞ്ഞ പേരാ, ബിരിയാണിയെ? ബിരിയാണി ബിരിയാണി. ഓ, എന്തായാലും പിന്നീട് നമ്മുടെ പാർട്ടികൾക്കും ചടങ്ങുകൾക്കുമെല്ലാം ബിരിയാണിയായി പ്രധാന ഭക്ഷണ വിഭവം. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അറേബ്യൻ ജനതയുടെ മറ്റുള്ള പ്രിയ ഭക്ഷണങ്ങളായ അൽഫാമും ഷവായും ഷവർമയും മന്തിയുമൊക്കെയും നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണ ലിസ്റ്റുകളുടെ ഇടയിലേക്ക് സ്ഥാനം പിടിച്ചു. അറേബ്യൻ ചിക്കൻ വിഭവങ്ങൾ നമ്മുടെ നാട്ടുകാർ ഇഷ്ടപ്പെടുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അത്രത്തോളം എണ്ണയും ആ ചിക്കൻ്റെ പീസിൽ കാണും. മറിച്ച് അറേബ്യൻ വിഭവങ്ങൾ അൽഫാമായാലും ഷവായി ആയാലും കനലിലും ഗ്രില്ലിലും ചുട്ടെടുക്കുന്ന ഈ വിഭവങ്ങൾക്ക് എണ്ണ വളരെ കുറവായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കനലിലും ഗ്രില്ലിലും വെച്ച് ചുട്ടെടുക്കുന്ന ഈ വിഭവങ്ങളുടെ ആ ഒരു പാറ്റേൺ നമ്മുടെ പൂർവികന്മാർ കണ്ടുപിടിച്ചതാണ്. നമ്മുടെ കണ്ടുപിടുത്തങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് തന്നെ തീയുണ്ടാക്കുന്ന ഒരു വിദ്യയെ കണ്ടുപിടിച്ചതാണ്. അന്ന് നമ്മുടെ പൂർവികന്മാർ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആ ഒരു രീതി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എന്ന് മാത്രം. USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, ഭക്ഷണ വൈവിധ്യങ്ങളുടെ മറ്റൊരു നാട്. ഭക്ഷണം വാരി വലിച്ച് കഴിക്കാതെ വളരെ സാവകാശത്തിൽ കഴിക്കുന്ന ഒരു രീതിയാണ് ഇംഗ്ലീഷുകാർക്കുള്ളത്. ആദ്യം സൂപ്പ് കഴിച്ചതിന് ശേഷം നൈഫും ഫോർക്കും ഉപയോഗിച്ച് വളരെ സാവധാനത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഇംഗ്ലീഷുകാർ. ഭക്ഷണ വിഭവങ്ങളുടെ ഒരു കലവറ തന്നെ അമേരിക്കക്കാർ നമ്മുടെ മുന്നിലേക്ക് തുറന്നിടുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചിക്കൻ സൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലെമൺ ജിഞ്ചർ ചിക്കൻ സൂപ്പ്, ജിഞ്ചർ ചിക്കൻ സൂപ്പ്, സ്പൈസി അറേബ്യൻ ചിക്കൻ സൂപ്പ്,
ചൈനീസ് ചിക്കൻ സൂപ്പ്, ക്രീമി ചിക്കൻ സൂപ്പ് വിത്ത് വെജിറ്റബിൾ, അൾട്ടിമേറ്റ് ചിക്കൻ സൂപ്പ്, ചിക്കൻ നൂഡിൽ സൂപ്പ്, ചൈനീസ് ചിക്കൻ വെജിറ്റബിൾ സൂപ്പ്. ഇനി മറ്റ് രാജ്യങ്ങളിലെ പ്രധാന ചിക്കൻ വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ മേരിലാൻഡ്, ചിക്കൻ ഫിംഗേഴ്സ്, കാഷ്യൂ ചിക്കൻ, ചിക്കൻ പോട്ട് സ്പൈ, സീസോം ചിക്കൻ, ചിക്കൻ ആൻഡ് വാഗ്ഫിൽസ്, ബുഫാലോ വിങ്സ്, ചിക്കൻ ടെൻഡേഴ്സ്, ചിക്കൻ പാർമിഗിയാന, ഓറഞ്ച് ചിക്കൻ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ചിക്കൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മളാരും അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്. ചിക്കൻ കട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ സാധാരണ ചിക്കൻ സ്റ്റാളിലൊക്കെ പോയി ചിക്കൻ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ പറയും ഒന്നീ കറിക്ക് അല്ലെങ്കിൽ ഫ്രൈക്ക്. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള രീതിക്ക് നമുക്ക് ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. അതിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചിക്കൻ സ്റ്റാളിൽ നിന്ന് തന്നെ ഫ്രഷ് ആക്കി വാങ്ങിയതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്നും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനതിൻ്റെ ഒരു രീതി വിശദമായി പറഞ്ഞുതരാം. ചിക്കൻ ഫ്രൈ വലിയ പീസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മുഴുവൻ കോഴി നമ്മൾ 8 പീസായിരിക്കും കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ പീസ് ഇഷ്ടപ്പെടുന്നവർക്ക് 16 പീസായി ചിക്കൻ ഫ്രൈക്കുള്ളത് കട്ട് ചെയ്തെടുക്കാം. കറിക്കാകുമ്പോൾ നമുക്കത് 16 പീസായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ ചിക്കൻ്റെ ബോൺലെസ് വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിൽ നിന്ന് ഒന്ന് ശ്രദ്ധാപൂർവം നമുക്കത് എല്ലില്ലാതെ ബോൺലെസ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്കത് ഇളക്കിയെടുക്കാവുന്നതാണ്. കൂടാതെ 65 ചില്ലി ചിക്കൻ എന്നിവ ഇഷ്ടപ്പെടുന്നവർക്ക് 32 പീസായും ചിക്കൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കെന്തായാലും ഇവിടെ ഒരു പ്രധാന കാര്യം ഉറപ്പിക്കാം. ലോകത്തെ ഏറ്റവും കൂടുതൽ വൈവിധ്യമേർന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് ചിക്കനിൽ നിന്ന് തന്നെയാണ്. മറ്റ് പ്രധാന ഭക്ഷണ വിഭവങ്ങളായ, അതായത് മീറ്റ് വിഭവങ്ങളായ ബീഫ്, മട്ടൺ, പോർക്ക്, ഫിഷ് എന്നിവ ഉണ്ടെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ചിക്കനിൽ നിന്ന് തന്നെയാണ്. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ്റെ കാൽ പീസൊക്കെ കടിച്ചു പിടിച്ച് തിന്നുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതെന്തായാലും ചിക്കനിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫുഡുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി തമ്മിൽ വീണ്ടും കാണുന്നവരേക്കും സൈൻ ഔട്ട്.